വടക്കുന്നാഥ ക്ഷേത്ര സന്നിധിയിലെ മുത്തശ്ശിയാലിന്റെ പുനർജന്മം കാണാൻ നിരവധി ഭക്തരാണ് വടക്കുന്നാഥന്റെ സ്ത്രീമൂലസ്ഥാനത്തെത്തുന്നത്. ചിതൽ തിന്നും കീടങ്ങൾ മരത്തടിയിൽ പ്രവേശിച്ചും പ്രത്യേകതരം ഫംഗസ് രോഗം പിടിപെട്ടിട്ടും മുത്തശ്ശിയാൽ മരണം മുന്നിൽ കണ്ട നിലയിലായിരുന്നു. വേനലിൽ ആലിന്റെ കൊമ്പുകൾ ഉണങ്ങാൻ തുടങ്ങി. എപ്പോൾ വേണമെങ്കിലും ആൽമരം കടപുഴകി വീഴുമെന്ന അവസ്ഥയിലുമായി. ക്ഷേത്രമരമായതിനാലും വടക്കുന്നാഥന്റെ മുന്നിലുള്ള ആൽമരമായതിനാലും ആചാരപ്രകാരമുള്ള ചടങ്ങുകൾ നടത്തി മരത്തിന്റെ ചില്ലകൾ അറുത്തുമാറ്റി ചിതയൊരുക്കി ആൽമരത്തെ സംസ്കരിക്കാനായിരുന്നു തീരുമാനം. ദഹിപ്പിക്കുവാനുള്ള നടപടികളിലേക്ക് കടക്കുമ്പോൾ വടക്കുന്നാഥൻ ആൽമരത്തിന് പുനർജന്മം നൽകിയെന്ന് വേണം പറയാൻ. ദുനാമ്പുകൾ പൊടിച്ചു തുടങ്ങി. ഇവ ചില്ലകളായി വളരാൻ തുടങ്ങി. സംഭവം കണ്ടറിയാൻ കേരള വനഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞർ സ്ഥലത്തെത്തി ആലിനെ ചികിത്സിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ആലിനെ ചികിത്സയും തുടങ്ങി. ട്രീ സർജറി നടത്തി മരത്തിന്റെ കേടുള്ള ഭാഗങ്ങൾ ആദ്യം മുറിച്ചു മാറ്റും. വേരുകളെ ഉത്തേജിപ്പിക്കുന്നതിനായി ആദ്യ ചികിത്സ ആരംഭിച്ചു. പോഷണം കിട്ടാൻ ഗോമൂത്രം, ചാണകം, പാൽ, തൈര്, നെയ്യ് എന്നിവ കൊണ്ടുണ്ടാക്കിയ പഞ്ചഗവ്യം വേരുപടലത്തിൽ നൽകും. ആൽത്തറയിൽ പേരാൽ, അത്തി, ഇത്തി എന്നിങ്ങനെ മുത്തശ്ശിയാലിനോട് ചേർന്ന് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. വടക്കുന്നാഥന്റെ ദൃഷ്ടിയിലുള്ള മുത്തശ്ശിയാലിന് ഇനി മരണമുണ്ടാകില്ലെന്ന ചുരുക്കം. പ്രസിദ്ധമായ തൃശൂർ പൂരത്തിന്റെ ഉപചാരം ചൊല്ലിപ്പിരിയുന്ന ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ ഇനിയുള്ള കാലം മുത്തശ്ശിയാൽ ഉണ്ടാകും. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.